ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ വേഴ്സസ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻ ഓസ്ട്രേലിയ. നിങ്ങൾ ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷനെയും പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ healthdirect.gov.au എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഇത് ഒരു ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവര് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റും പ്രൈവറ്റ് ഓർഗനൈസേഷനും ഉണ്ട്. അപ്പോൾ ഫെഡറൽ ഗവൺമെന്റ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഗവൺമെന്റിന്റെ ഹെൽത്ത് കെയർ. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് നമ്മുടെ റിട്ടയർ ആയിട്ടുള്ള വെറ്ററൻസ് അഥവാ ലോ ഇൻകം പീപ്പിളിന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ വരിക എന്നുണ്ടെങ്കിൽ സർവീസസ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി കാണാൻ പറ്റും. മെഡിക്കെയർ അഥവാ മറ്റുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇവരുടെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻസ് ആർ എൻകറേജ് ടു ബൈ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. അതേസമയം ഇത് കമ്പൽസറി അല്ല, പക്ഷേ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് കൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോന്റെ സ്വല്പ ശേഷം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ മെഡിക്കെയർ അഥവാ ഗവൺമെന്റ് ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രീ ട്രീറ്റ്മെന്റ് ആസ് എ പബ്ലിക് പേഷ്യന്റ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കവേർഡ് ആണ്. മെഡിക്കെയർ ആയിരിക്കും നമുക്ക് പെയ്ഡ്. പക്ഷെ അഗൈൻ നമുക്ക് മെഡിക്കെയറിന്റെ മെമ്പർഷിപ്പിന്റെ ഒരു കാർഡ് വേണം. ഇത് ഏകദേശം ഇതുപോലെ ഇരിക്കും മെഡിക്കെയറിന്റെ മെമ്പർഷിപ്പിന്റെ കാർഡ്. ഈ കാർഡ് നമുക്ക് നമ്മുടെ വിസ അനുസരിച്ച് നമ്മുടെ എലിജിബിലിറ്റിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം 1 മാസത്തിനുള്ളിൽ നമുക്ക് മെഡിക്കെയറിന്റെ കാർഡ് വരും. ഈ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. രണ്ടാമതായിട്ട് നമുക്ക് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നതും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഒന്നെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ പാർഷ്യലി കവേർഡ് ആയിരിക്കും മെഡിക്കെയർ വെച്ചിട്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് റെഡ്യൂസ് കോസ്റ്റ് ഫോർ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. അതായത് നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ ഓരോ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുമല്ലോ. ആ മരുന്നുകൾ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച്, ഇത് പല ക്രൈറ്റീരിയസ് ഉണ്ട്. നിങ്ങളുടെ വയസ്സ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓക്യുപ്പേഷൻ, നിങ്ങളുടെ വിസ, അങ്ങനെ കുറെ ഓപ്ഷൻസ് വെച്ചിട്ട് എത്ര ശതമാനം ഈ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ് കവർ ചെയ്യുമെന്നുള്ളത് അനുസരിച്ചിരിക്കും. പിന്നെ അടുത്ത ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻസ് അഥവാ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള അലൈഡ് ഹെൽത്ത് സർവീസസിനും നമ്മൾ പാർഷ്യലി അഥവാ ഫുള്ളി ആപ്ലിക്കബിൾ ആണ് മെഡിക്കെയർ സ്കീമിന്റെ അണ്ടറിൽ. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചാൽ മാത്രം മതി. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ആംബുലൻസ് ആണ്. മെഡിക്കെയറിൽ ആംബുലൻസ് സർവീസസ് കവേർഡ് അല്ല. അപ്പോൾ അതിനാണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കവറാണ്. അപ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പബ്ലിക് ഹെൽത്ത് കെയറിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതായിട്ടുള്ള ഐ അഥവാ ഡെന്റൽ കെയർ സർവീസസ് മിക്ക പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസിലും അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന പ്ലാനും അനുസരിച്ചിരിക്കും. പിന്നെ ഏത് പ്രൊവൈഡറാണ്, ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട് ഇവിടെ ഹെൽത്ത് കെയർ ഇൻഷുറൻസിനുള്ളത്. മെയിനായിട്ട് ഇവിടെ ബൂപ്പ, അലൈഡ്, അലയൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഏത് പ്രൊവൈഡറും പിന്നെ ഏത് പ്ലാനും നിങ്ങൾ എടുക്കുന്നതെന്നനുസരിച്ച് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എത്ര കവർ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത്. പിന്നെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസിൽ നമ്മൾ ഏതൊരു പർട്ടിക്കുലർ ഡോക്ടറിനെ ആണോ നമുക്ക് കാണേണ്ടത്, നമുക്ക് തുടർച്ചയായിട്ട് ആ ഡോക്ടറിനെ മാത്രം കാണാൻ പറ്റും. അതേസമയം പബ്ലിക് ഹെൽത്ത് കെയറിൽ ഏത് സമയത്താണോ നിങ്ങൾ പോകുന്നത് ആ സമയത്ത് ഏത് ഡോക്ടറാണോ അവൈലബിൾ ആ ഡോക്ടറിനായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് വെയിറ്റ് ടൈംസും പൊതുവെ കുറവാണ് പ്രൈവറ്റ് ഹെൽത്ത് കെയറിൽ. പബ്ലിക് ഹെൽത്ത് കെയറിൽ ഇഷ്ടംപോലെ ആൾക്കാർ മെഡിക്കെയറിന്റെ മെമ്പർഷിപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ചിരിക്കണം. ഇപ്പോൾ ഭയങ്കര വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് കെയറിൽ പോകാണെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടാവും, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ സിക്കായിരുന്ന സമയത്ത് എനിക്ക് ഇൻഫ്ലുവൻസ എ എന്ന് പറയുന്ന ഒരു ഫ്ലൂ ഉണ്ടായിരുന്നു ഏകദേശം മാസങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു GP-നെ കാണാം അഥവാ ജനറൽ പ്രാക്ടീഷണർ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു സാധാ ക്ലിനിക്കാണ്, പക്ഷെ രജിസ്റ്റേർഡ് ഡോക്ടേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക.
പിന്നെ ഈ GP വിസിറ്റ്സ് ഒക്കെ നമ്മുടെ മെഡിക്കെയർ വെച്ച് കവേർഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഞാൻ വെയിറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതേസമയം പ്രൈവറ്റ് ഹെൽത്ത് കെയർ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ടൈംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് വരുന്ന ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹെൽത്ത് കെയറിൽ നമുക്ക് നമ്മുടേതായ സ്വന്തം മുറിയും ട്രീറ്റ്മെന്റും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ഹെൽത്ത് കെയറിൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്കൊരു വാർഡ് അഥവാ റൂം അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രഗ്നൻസിയുടെ സമയത്തും പലവരും പ്രൈവറ്റ് ഹെൽത്ത് കെയർ ആണ് ചൂസ് ചെയ്യാറ് പബ്ലിക്കിനെ അപേക്ഷിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡോക്ടർ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മുടെ തുടക്കം തൊട്ട് അവസാനം ലേബർ ഡേറ്റ് വരെയുള്ള ഡോക്ടർ സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പ്രഗ്നൻസിയുടെ ടൈമിൽ. അതുകൊണ്ടൊക്കെയാണ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇവിടെ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക നമ്മൾ പബ്ലിക് ഹെൽത്ത് കെയർ ആണോ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ആണോ നമ്മൾ പോകുന്നതെന്ന് ഉള്ളത്? നിങ്ങളുടെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ഏത് വിസയിലാണോ ഇവിടെ വരുന്നത്, ഇപ്പൊ ടെമ്പററി വിസ, സ്റ്റുഡന്റ് അഥവാ വർക്ക് വിസയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് മെഡിക്കെയറിന് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രൈവറ്റ് ഹെൽത്ത് കെയർ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു എമർജൻസി കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. കാരണം ഒറ്റയടിക്ക് ഒരു വലിയൊരു ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് എപ്പോഴും നമുക്ക് അനുയോജ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം നിങ്ങൾക്ക് ഒരു മെഡിക്കെയർ കാർഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കെയർ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ സർവീസസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ലോക്കലായിട്ടുള്ള ഡോക്ടർ അഥവാ GP വിസിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ മെഡിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു എ സർട്ടൺ എമൗണ്ട് നിങ്ങൾക്ക് കവർ ഉണ്ടായിരിക്കും. പിന്നെ സർജറീസ്, അത് എലക്റ്റീവ് അഥവാ എമർജൻസി ആയിട്ടുള്ള സർജറീസ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് സർജറി ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെഡിക്കെയർ ഫണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ വെയിറ്റ് ടൈംസ് നോർമലി ഒരു 6 മാസവും 12 മാസവും ആയിരിക്കും ഈ സർജറിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രമാത്രം സീരിയസ് ആണെന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പബ്ലിക് ഹെൽത്ത് കെയറും പ്രൈവറ്റ് ഹെൽത്ത് കെയറിനെയും പറ്റി കുറച്ചുകൂടെ ഒരു ഇൻഫർമേഷൻ അറിയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.